വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ഇന്നലെ കടന്നു പോകാൻ ഒരുങ്ങിയ 6 കപ്പലുകൾക്ക് നേരെ IRGC അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 5 കപ്പലുകൾ അമേരിക്ക റെസ്ക്യൂ ചെയ്ത് അതിന് പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. ഒരു കപ്പൽ ഡിസേബിൾഡ് ആണ്, ശരിക്കും ഒരു കപ്പൽ തകർന്നിരിക്കുകയാണ്. അപ്പോൾ IRGCയുടെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അമേരിക്ക ബുദ്ധിപരമായിട്ട് അവരുടെ ഇറാഖിൽ നിന്നുമുള്ള എണ്ണ ഷെവ്രോൺ കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് മെഡിറ്ററേനിയൻ സീ വഴി കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ബുദ്ധിപരമായിട്ട് അവർ കാര്യങ്ങൾ നീക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇപ്പോഴും അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഷിപ്മെൻ്റ് അല്ല നടക്കുന്നത്. അത് ശരിക്കും ഗൾഫ് മേഖലയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഡിപ്പെൻഡൻ്റ് രാജ്യങ്ങൾ, ഗൾഫ് മേഖലകളിൽ നിന്നും എനർജി കൊണ്ടുപോകുന്ന പല രാജ്യങ്ങൾക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് UAE ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഡീഎസ്കലേഷന് വഴിയൊരുക്കണം എന്നുള്ള രീതിയിലാണ് അവർ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. ബഹ്റൈൻ്റെ ഇൻറ്റീരിയർ മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായിട്ട് ഇറാൻ്റെ മിസൈലുകളും ഡ്രോണുകളും ബഹ്റൈൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ സൺഡേ ഞാൻ വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ബഹ്റൈനിലേക്ക് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ സൈഡിൽ നിന്ന്. സൈറൻ സൗണ്ട് ബഹ്റൈനിലുടനീളം മുഴങ്ങുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതേപോലെ തന്നെ കുവൈറ്റും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മിസൈലുകളും ഡ്രോണുകളും തുടരെ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കുവൈറ്റ് പറയുന്നുണ്ട്. മുജ്തബ ഖമനേയി ഇറാൻ്റെ സുപ്രീം ലീഡർ പറഞ്ഞിരിക്കുന്നത് അൺഫർഗട്ടബിൾ ലെസൺ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും അമേരിക്കയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടർച്ചയായിട്ട് US-ൻ്റെ MOU വയലേഷൻ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ തന്നെയാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ മൊത്തത്തിൽ മീറ്റിംഗ് കൂടി MOU നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കീറിക്കളഞ്ഞിട്ട് പോയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് വാണിംഗ് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറാനെതിരെ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ MOU 2 രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇറാൻ്റെ ഉള്ളിൽ നിന്നും MOU-യുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഇറാൻ്റെ വീക്ക്നെസ്സിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാൻ അമേരിക്കയുടെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളെ ഭയക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ആക്രമണം ദിവസേന ശക്തിപ്പെടുത്തുകയാണ് അമേരിക്ക. ഇൻറ്റൻസിഫൈഡ് അറ്റാക്കാണ്. ഇറാൻ്റെ ഉൾപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. തെഹ്റാൻ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജുകൾ, ടണലുകൾ, അതേപോലെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, അണ്ടർഗ്രൗണ്ട് വെപ്പൺ സ്റ്റോറേജ്, മിലിറ്ററി യൂണിറ്റുകൾ, റഡാർ സ്റ്റേഷൻസ്, അതുപോലെ തന്നെ സർവൈലൻസ് യൂണിറ്റുകൾ, ഇതെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് അറ്റാക്കുകൾ തുടരുകയാണ്. ജോർദാൻ ഇന്നലെയും ഇന്നുമായിട്ട് 10 മിസൈലുകളാണ് ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അറബ് ലീഗിൻ്റെ നേതാക്കൾ ശക്തമായ രീതിയിൽ ഇറാനെതിരെ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, ഇറാൻ്റെ ഡാർക്കോവിൻ ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ പറയുന്നുണ്ട്. ഡോർക്കോവിൻ ന്യൂക്ലിയർ പ്ലാന്റിലേക്കാണ് അറ്റാക്ക് നടത്തിയത്. അതായത് റേഡിയേഷൻ ലീക്കുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഡോർക്കോവിൻ ന്യൂക്ലിയർ പ്ലാന്റിലേക്ക് അമേരിക്ക അറ്റാക്ക് നടത്തിയതായിട്ട് ഇറാൻ തന്നെ പറയുന്നുണ്ട്. ഇത് ശരിക്കും പുതുതായിട്ട് അണ്ടർ കൺസ്ട്രക്ഷനിലിരിക്കുന്ന ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. അപ്പോൾ അത് കൺസ്ട്രക്ഷനിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഞായറാഴ്ച ഏർലി മോർണിംഗ് നടത്തിയ അറ്റാക്കിലാണ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ടാർഗറ്റ് ചെയ്തത്. ജോർദാനിൽ നിന്നും അൽ അഖ്ബ എയർപോർട്ട് ഇവാക്യുവേറ്റ് ചെയ്തതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഫേക്ക് ന്യൂസാണ്. ഒരു എയർപോർട്ടും ജോർദാൻ ഒഴിപ്പിച്ചിട്ടില്ല. എല്ലാം തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കൺഫർമേഷനാണ് ജോർദാൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അൽ അഖ്ബ എയർപോർട്ടും തുറമുഖങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ജോർദാൻ പറയുന്നത്. ഇസ്ഫഹാനിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ 2 പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രതിഷേധിച്ചാണ് അവിടെ ചെറിയൊരു പ്രതിഷേധം ഇസ്ഫഹാനിൽ നടക്കുന്നത്. പക്ഷേ ഇസ്ഫഹാൻ കേന്ദ്രീകരിച്ച് ഇന്നലെ അമേരിക്ക ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അഖ്ബ എയർപോർട്ട് അടച്ചു പൂട്ടിയിട്ടില്ല എന്ന് ജോർദാൻ പറഞ്ഞെങ്കിലും അമേരിക്കൻ എംബസി അൽ അഖ്ബ എയർപോർട്ടിലേക്ക് US പൗരന്മാർ സന്ദർശിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് അമേരിക്ക കൊടുത്തിട്ടുണ്ട്. ഇത് ജോർദാൻ്റെ നിലപാടും അമേരിക്കയുടെ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അൽ അഖ്ബ എയർപോർട്ടിൽ എവിടെയാണ് കൃത്യമായിട്ട് മിസൈൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതാണ് ഈ 2 വാർത്തകളും ഈ ജോർദാൻ്റെയും അമേരിക്കയുടെയും സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ സുപ്രീം ലീഡർ മുജ്തബ ഖമനേയി തീരുമാനിക്കും ഇറാൻ യുദ്ധത്തിലേക്ക് പോകണോ അല്ലെങ്കിൽ ഒരു സീസ് ഫയറിലേക്ക് പോകണോ എന്നുള്ളത്. ഈ തീരുമാനം എടുക്കേണ്ടത് സുപ്രീം ലീഡറാണെന്നാണ് അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം നിലവിലെ മനസ്സിലാക്കേണ്ടത് ഇറാൻ്റെ ഉള്ളിലുള്ള ലിബറൽ മൈൻഡ് സെറ്റുള്ള പൊളിറ്റീഷ്യൻസായിട്ട് അറിയപ്പെടുന്ന
ഈ തീവ്ര നിലപാടില്ലാത്ത IRGC മെമ്പേഴ്സായിട്ടൊക്കെ വിലയിരുത്തപ്പെടുന്ന അബ്ബാസ് അറക്ചിയും അതേപോലെ ഗാലിബാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇവരൊക്കെ തന്നെ തീവ്ര നിലപാടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ എന്നാലും പൊതുസമൂഹവുമായിട്ട് ഇടപെടാനും അതായത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് ഒരു നെഗോസിയേഷനോ അല്ലെങ്കിൽ ഓപ്പൺ ഡോർ പോളിസിക്കോ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേറെ വ്യക്തികളില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് മറ്റുള്ള രാജ്യങ്ങൾ അഥവാ മീഡിയേഷനിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളായിക്കോട്ടെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന അമേരിക്ക ആയിക്കോട്ടെ അബ്ബാസ് അറക്ചിയുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അബ്ബാസ് അറക്ചിക്ക് തന്നെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം അബ്ബാസ് അറക്ചി ഇപ്പം ഒരു സീസ് ഫയർ എന്നുള്ള നിലയിൽ അമേരിക്കയുടെ MOUമായിട്ട് ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിട്ടതുപോലെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അബ്ബാസ് അറക്ചിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം IRGC അഴിച്ചുവിടും. അതൊരു പക്ഷേ അബ്ബാസ് അറക്ചിയുടെ ജീവൻ വരെ ഭീഷണിയായേക്കാം. ഈ സാഹചര്യത്തിലാണ് അബ്ബാസ് അറക്ചി നേരെ മുജ്തബ ഖമനിയുടെ തലയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു റെസ്പോൺസിബിലിറ്റി. തീരുമാനം ഫോറിൻ മിനിസ്റ്ററായിട്ട് ഞാൻ എടുക്കുന്നില്ല, സുപ്രീം ലീഡർ എടുത്തോട്ടെ എന്നാണ് ഇപ്പോൾ അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത്. അബ്ബാസ് അറക്ചി ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. ഗാലിബാഫ് ആണെന്നുണ്ടെങ്കിൽ ഇറാനിയൻസിനിടയിൽ യൂണിറ്റ് വേണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. IRGC പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നു പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് IRGC. ഇപ്പം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ജോർദാൻ്റെ അൽ അഖ്ബ എയർപോർട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്നുള്ളൊരു വാണിംഗ്, ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് അൽ അഖ്ബ എയർപോർട്ട് ഒഴിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം അമേരിക്ക പറഞ്ഞിട്ടും ജോർദാൻ അതിന് തയ്യാറാകുന്നില്ല. ജോർദാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എയർപോർട്ട് ഒഴിപ്പിക്കില്ല, അത് തുടർന്നും ഫംഗ്ഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രതിരോധത്തിനെ ചേർത്ത് തോൽപ്പിക്കാൻ അഖ്ബ എയർപോർട്ടിലേക്ക് ആക്രമണം നടത്താൻ ഒരുങ്ങുകയാണ് ഇറാൻ. ISROയിൽ കൂട്ടരാജി നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങളൊക്കെ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് റിസൈൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അത് തടയാനുള്ള അവകാശമൊന്നും ഇന്ത്യൻ ഭരണഘടനയിലില്ല. ജോലി ചെയ്യുന്ന വ്യക്തി 58 വയസ്സാകുമ്പോഴത്തേക്കും നാച്ചുറലി റിട്ടയർമെൻറ്റ് വരികയാണ്. അതിന് മുന്നേ റിസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വോളണ്ടറി റിട്ടയർമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ VRS എടുക്കുന്ന ആൾക്കാർ ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അഥവാ പ്രോജക്റ്റുകളിൽ പങ്കെടുക്കുന്ന അതിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും സയൻറ്റിസ്റ്റുകൾ റിസൈൻ ചെയ്യുമ്പോൾ അത് ആ പ്രോജക്റ്റിനെ വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ 120 ISRO ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് സയൻറ്റിസ്റ്റ് കാറ്റഗറിയിലുള്ള ISRO ഉദ്യോഗസ്ഥരാണ്, പ്രൊഫഷണൽസാണ് റിസൈൻ ചെയ്തത്. ഇതിൽ മെജോറിറ്റി ആൾക്കാർ VRS എടുത്ത ആൾക്കാരാണ്, വോളണ്ടറി റിട്ടയർമെൻറ്റ്. എന്തുകൊണ്ട് ഇവർ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുന്നു? നേരത്തെ ജോലി നിർത്തി പോയിട്ട് ഇവർക്ക് എന്താണ് പണി? കാരണം മറ്റുള്ള ബദൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്താതെ ഒരു വ്യക്തി ഉള്ള ജോലി നഷ്ടപ്പെടുത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി നമുക്ക് കിട്ടുന്ന ഉത്തരം നോ എന്നാണ്. അപ്പോൾ ഇവരെവിടേക്കാണ് പോകുന്നത്? കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഇന്ത്യക്കുള്ളിൽ പ്രൈവറ്റ് സ്പേസ് കമ്പനികൾ കൂടുതലായിട്ട് ഇവിടെ പൊട്ടിമുളച്ചിട്ടുണ്ട്. അതിലിപ്പം ഇന്നലെ വിക്രം 1 എന്ന് പറഞ്ഞിട്ടുള്ള റോക്കറ്റ് വിക്ഷേപണം നടത്തിയ, സാറ്റലൈറ്റ് വിക്ഷേപണം നടത്തിയ സ്കൈ റൂട്ട് കമ്പനി വരെ അതിൽ ഉൾപ്പെടും. ഈ പ്രൈവറ്റ് കമ്പനികൾ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ടെക്നീഷ്യൻസിനെ വേണം, ഇവർക്ക് സയൻറ്റിസ്റ്റുകളെ വേണം, ഇവർക്കും കൂടുതൽ പ്രോജക്റ്റുകൾ റിസർച്ച് ചെയ്ത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവരെവിടെ നിന്ന് സയൻറ്റിസ്റ്റുകളെ ഹയർ ചെയ്യും? ഇന്ത്യയിൽ ആകെ ഇതിനു മുമ്പുള്ള ഒരേ ഒരു സ്ഥാപനം ISRO ആണ്. ഇപ്പം ISROയിൽ നിന്നും സയൻറ്റിസ്റ്റുകളെ ഹയർ ചെയ്യുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് കമ്പനികൾ, സ്പേസ് കമ്പനികൾ ISROയിൽ നിന്നും സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത് അവർക്ക് അഫോർഡബിൾ ആണ്. പക്ഷേ അതേസമയം ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പേസ് കമ്പനി നാസയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ കോസ്മോസിൽ നിന്നോ ആൾക്കാരെ കൊണ്ടുവരാൻ കഴിയില്ല. സ്പേസ് എക്സിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടുവരാൻ കഴിയില്ല, വൻ തുക മുടക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു കാലയളവിൽ ചൈന അവരുടെ സ്പേസ് പ്രോഗ്രാംസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവർ ഗവൺമെൻറ്റിന് വേണ്ടി തന്നെ അമേരിക്കയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചൈനീസ് സയൻറ്റിസ്റ്റുകളെ അവർ 15 കോടി വരെ മുതൽ മുടക്കിക്കൊണ്ട് ഒരാളെ റിപ്പാട്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് അവരെ തിരികെ കൊണ്ടുവന്നിരുന്നു അവരുടെ രാജ്യത്തിലേക്ക്. എന്നിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള അർഹതപ്പെട്ട പൊസിഷൻസ്, റെമ്യൂണറേഷൻസ്, ഇൻസെൻറ്റീവ്സ്, ഹൈ സാലറി പാക്കേജ് ഒക്കെ കൊടുത്ത് അവരെ ഫെസിലിറ്റേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇങ്ങനെ ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബ്രോഡായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അത് ആ രാജ്യത്തിന് ഗുണം ചെയ്യും, അല്ലാതെ ഒരിക്കലും ദോഷം ചെയ്യില്ല. അതൊക്കെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ നമ്മൾ ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് വേണം അതിനെ കരുതാൻ. ഇന്ത്യക്കും അങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ട്. ഫോറിൻ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളെ ഇന്ത്യക്കുള്ളിലേക്ക് കൊണ്ടുവരാനുള്ള പ്രോജക്റ്റുകളുണ്ട്. 3 മുതൽ 4 കോടിക്കുള്ളിലാണ് ഇന്ത്യൻ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് വകയിരുത്തിയിരിക്കുന്നത്. പക്ഷേ അതൊരു ചെറിയ ബഡ്ജറ്റാണ്. അതിനുള്ളിൽ
ഈ സയന്റിസ്റ്റുകളെ തിരികെ കൊണ്ടുവന്ന് ഇന്ത്യക്കുള്ളിൽ അവരെ അഫോർഡ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പുറത്തുപോയ ആൾക്കാരൊന്നും തന്നെ തിരികെ അത്ര എളുപ്പത്തിൽ വരില്ല. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം പോലത്തെ ആൾക്കാർ. APJ അബ്ദുൽ കലാം മാത്രമല്ല, അതുപോലത്തെ നിരവധി ആൾക്കാർ ഇന്ത്യക്കുള്ളിലുണ്ട്. വളരെയധികം പാട്രിയോട്ടിസത്തോടു കൂടി ഈ മേഖലകളെ, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് പ്രോഗ്രാമുകളെയൊക്കെ വിലയിരുത്തുന്ന ഇത്തരം വ്യക്തികൾ ഇന്ത്യക്കുള്ളിൽ ഉണ്ടായിരുന്നു. നാസ അങ്ങോട്ട് ക്ഷണിച്ചിട്ട് പോലും എനിക്ക് വേണ്ട, ഞാൻ ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് വന്ന വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അത്തരത്തിലുള്ള ആൾക്കാർ പണിയെടുത്ത് കെട്ടിപ്പടുത്ത് ഉയർത്തിയ സ്ഥാപനങ്ങളാണ് ISRO പോലത്തെ സ്ഥാപനങ്ങൾ. പക്ഷേ ഇപ്പോൾ നിലവിൽ ISRO നേരിടുന്ന പ്രതിസന്ധി ഇതാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ISROയിലെ പ്രോജക്റ്റുകളെല്ലാം തന്നെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പ്രധാനപ്പെട്ട കാരണം പ്രൈവറ്റ് കമ്പനികളുടെ ഇന്റർഫെറൻസ്, അതേപോലെ ബ്യൂറോക്രസിയുടെ ഇന്റർഫെറൻസ്. ബ്യൂറോക്രസി എന്ന് പറയുമ്പോഴത്തേക്കും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ബ്യൂറോക്രസിയിലുള്ള ആൾക്കാർ. ഇവർ ശരിക്കും ISROയിൽ ഇടപെടുന്നത് കൊണ്ട് അവിടെയുള്ള സയൻറ്റിസ്റ്റുകൾക്ക് പ്രോപ്പറായിട്ട് അവരുടെ ക്വാളിറ്റിക്കൊത്ത്, അവരുടെ ക്വാളിഫിക്കേഷനൊത്ത് ഗ്രോത്ത് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്പർ 1 ഫാക്ട്. രണ്ടാമത്, അവർക്ക് അർഹതപ്പെട്ട കൃത്യമായിട്ടുള്ള പാക്കേജ് അവർക്ക് കിട്ടുന്നില്ല. നമ്പർ 3, പ്രോപ്പറായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഇല്ല. നാലാമത്, ഹൈറാർക്കി വളരെ സ്ട്രോങ് ആണ്. ഈ ഹൈറാർക്കിയിൽ ശരിക്കും അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു. ഒരു ഹൈറാർക്കിയിൽ ഒരു ടോപ്പ് മോസ്റ്റിൽ ഇരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ ഒരാൾക്കൊരു എയിം ഉണ്ടാവും, ഒരു കാലയളവുണ്ടാവും. ആ കാലയളവിൽ എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് 10 ഇയേഴ്സിൽ ഞാൻ ആ ചെയർപേഴ്സൺ പൊസിഷനിൽ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ കരിയറും ഇമ്പോർട്ടൻ്റ് ആണ്, രാജ്യസ്നേഹവും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ അവരുടെ ഇൻകം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ISROയിൽ നിന്നും റിസൈൻ ചെയ്യുന്നതിന് ചില നിർദ്ദേശങ്ങൾ, ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ റിസൈൻ ചെയ്ത് പോകാൻ കഴിയില്ല. ഓക്കെ, ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഈ നിയമം ഓക്കെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ISROയിൽ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്ത് കൊണ്ടുവന്ന്, ഫോർ എക്സാമ്പിൾ മറൈൻ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ എയറോനോട്ടിക്സ്, ഏവിയോണിക്സ് ഇൻഡസ്ട്രിയിലോ ഉള്ള വ്യക്തികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ISROയിൽ കൊണ്ടുവരുന്നത്. അവരെ ട്രെയിൻ ചെയ്ത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൽ അവരെ ഏർപ്പെടുത്തി അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് അവരെ അതിൽ അഗ്രഗണ്യരായിട്ട് മാറ്റുകയാണ്. അതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവിടെ ഇപ്പം ഗഗൻയാൻ പ്രോജക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആയിക്കോട്ടെ, അതേപോലെ ചന്ദ്രയാൻ 4, ചന്ദ്രയാൻ 5 ആയിക്കോട്ടെ, ലൂണാർ മിഷൻ ആയിക്കോട്ടെ, അതേപോലെ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്ന പ്രോജക്റ്റ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളെല്ലാം തന്നെ ലൈനപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രോജക്റ്റുകളിലുള്ള ആൾക്കാർ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത് പോകുമ്പോൾ അത് ആ പ്രോജക്റ്റിനെ ബാധിക്കും. കാരണം വീണ്ടും ആ പൊസിഷനിലേക്ക് വേറൊരാളെ ട്രെയിൻ ചെയ്ത് കയറ്റേണ്ട ആവശ്യമുണ്ട്. ISROയുടെ ചെയർമാനായിട്ടുള്ള V നാരായണൻ പറഞ്ഞത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നമ്മളുടെ അടുത്ത് നിരവധി സയൻറ്റിസ്റ്റുകളുണ്ട്, ഞങ്ങൾ അവരെ അവിടെ റീപ്ലേസ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. യാഥാർത്ഥ്യം ഘടകവിരുദ്ധമാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് കമ്പനികളിലേക്ക് ആൾക്കാർ പോകുമ്പോഴത്തേക്കും അവർ അവിടെ വെൽ ഫെസിലിറ്റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, അവർക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ട്, അവർക്ക് പൊസിഷൻ കിട്ടുന്നുണ്ട്. അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം ആ സയൻറ്റിസ്റ്റുകളുടെ പെർസ്പെക്റ്റീവിൽ അവർ ഒരു രാജ്യദ്രോഹമൊന്നും ചെയ്യുന്നില്ല. കാരണം അവർ പ്രൈവറ്റ് ഫേമിൽ പണിയെടുത്താലും അവിടെ നടക്കുന്ന റിസർച്ചുകളും ISROയിൽ പണിയെടുത്താലും അവിടെ നടക്കുന്ന റിസർച്ചുകളും രണ്ടും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടി തന്നെയാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അവർക്ക് അതിനകത്ത് മോറലി ഒരു വിഷയമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് പൊതുജനങ്ങളുടെ ടാക്സ് മണി, അതേപോലെ തന്നെ ISROയുടെ ഇന്ന് ISRO ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് റവന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടാതെ R&D വർക്കുകൾ മാത്രം ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നും പൊതുജനങ്ങളുടെ ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടിംഗ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ബേസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തെടുത്ത് ISROയിൽ പോയിട്ട് ഒരു സയൻറ്റിസ്റ്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റിലേക്ക് പണിയെടുക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും ഇന്ത്യക്കാരുടെയൊക്കെ ടാക്സ് മണി അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിൽ ട്രെയിൻ ചെയ്ത് വന്ന ഒരു വ്യക്തി വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത് പ്രോജക്റ്റിനെ തള്ളിക്കളഞ്ഞിട്ട്, അതായത് ഒരു രാജ്യം പ്രൗഢിയോടുകൂടി അവതരിപ്പിക്കുന്ന പല പ്രോജക്റ്റുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രൈവറ്റ് ഫേമിലേക്ക് പോകുന്നത് ശരിക്കും ആ കാഴ്ചപ്പാടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും തന്നെ നമുക്ക് തെറ്റ് പറയാനില്ല. ഈ സാഹചര്യത്തിൽ സയൻറ്റിസ്റ്റുകൾക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കണം. അവരെവിടെ വേണമെങ്കിലും പോയി പണിയെടുത്തോട്ടെ. പക്ഷേ ISROയിലുള്ള സയൻറ്റിസ്റ്റുകളെ പ്രൈവറ്റ് സയൻറ്റിസ്റ്റുകളെക്കാളും കൂടുതൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്കും, അതേപോലെ അവിടെ കിട്ടുന്ന എക്സ്പീരിയൻസിൻ്റെ മാനദണ്ഡങ്ങൾ വളരെ വലുതായിട്ടും, അതേപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ട കാലഘട്ടത്ത് കൃത്യമായിട്ട് അവരുടെ പ്രൊമോഷൻ ഉറപ്പുവരുത്തുകയും അവരുടെ ഇൻസെൻറ്റീവ്സ്, അവരുടെ സാലറി ഹൈക്കിംഗ് ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് അതിനെ കൃത്യമായിട്ട് ആ സയൻറ്റിസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തുള്ളൂ. ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾക്ക് പെർമിഷൻ കൊടുക്കുമ്പോൾ
ISROയെയും ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് ഗവൺമെൻറ് കൺസിഡർ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ അവിടുത്തെ ആൾക്കാർ നിലനിൽക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഗുഡ് റെമ്യൂണറേഷൻ കിട്ടുന്ന സ്ഥലത്തേക്ക് സ്വാഭാവികമായിട്ട് ആൾക്കാർ കൊഴിഞ്ഞു പോകും. അത്തരത്തിലുള്ളൊരു കൊഴിഞ്ഞുപോക്കാണ് ISROയ്ക്കുള്ളിൽ നടക്കുന്നത്. പക്ഷേ അത് ISRO ഓപ്പണായിട്ട് പുറത്തു പറയാൻ തയ്യാറല്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ബ്യൂറോക്രസിയിലുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ISROയിൽ ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള പൊളിറ്റിക്സ് ISROയ്ക്കുള്ളിൽ ഉണ്ട് എന്നാണ് നമ്മളുടെ അറിവ്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.